ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഇഡ്ഡലി റെസിപ്പി ആയിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. റവ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ല പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക, പിന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും ഇഡ്ഡലി കാണാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ക്യാരറ്റൊക്കെ ഒന്ന് വാടി വരട്ടെ. ഇനി ഇതിലോട്ട് ഇഡ്ഡലിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ഗ്ലാസ് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ 2 ഗ്ലാസ് റവ എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള റവ ഇഡ്ഡലി റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. റവ നല്ല പോലെ ചൂടായി കിട്ടുന്ന വിധത്തിൽ വേണം കേട്ടോ ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. റവ നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ഞാനിവിടെ 3/4 ഗ്ലാസ് അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റവയുടെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. തൈര് റവയിലൊക്കെ നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ ഇളക്കിയെടുക്കണേ. ഇളക്കിയെടുത്തപ്പോൾ കണ്ടോ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഒരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അപ്പോഴേക്കും റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും. ഇപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും തിക്നെസ് വേണ്ട. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ റവ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ എടുത്തിട്ടുള്ളത് 1/4 ഗ്ലാസ് വെള്ളമാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള അളവാണ്. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം, ലൂസായി പോകരുത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് ഇഡ്ഡലി തട്ടിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര സിമ്പിളാണെന്നറിയാമോ ഈ ഒരു റവ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. തലേ ദിവസം മാവ് അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു റവ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ഞാൻ ഇഡ്ഡലി തട്ടിലെല്ലാം മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി 2 തട്ടും ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി എന്തായെന്ന് തുറന്ന് നോക്കാം. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം നമുക്കിത് തട്ടിൽ നിന്ന് എടുത്തു മാറ്റാം. ഇപ്പോഴത്തെ ഇഡ്ഡലിയുടെ ചൂടൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തട്ടിൽ നിന്ന് എടുത്തു മാറ്റാം. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. എന്തോരം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. അതുപോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. തേങ്ങാ ചട്നിക്കൊപ്പം ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ റവ ഇഡ്ഡലി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് റവ ഇഡ്ഡലി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.